കുറേ പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം നമ്മുടെ അബാത്ത് പോണ്ടോ ഓവർ ദ ഇയേഴ്സ് 2019 മോഡൽ കാറാണ്. 2018 മോഡൽ 2019 രജിസ്റ്റേർഡ് ആയിട്ടുള്ള എൻ്റെ അബാത്ത് പോണ്ടോ ഓവർ ദ ഇയേഴ്സ് ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഇൻറ്റീരിയറിൽ വരുത്തിയിട്ടുണ്ട്. കുറച്ച് എക്സ്റ്റീരിയൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഓവർ ദി ഇയേഴ്സ്. നമ്മൾ സാധാരണ മോട്ടോർ സൈക്കിൾ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന, പക്ഷേ ഐ തോട്ട് വൈ നോട്ട് ഒരു കാറിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ, സിൻസ് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇതിൻ്റെ സെറ്റപ്പ് എന്താന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ചത്. മോർ ദാൻ 85,000 പീപ്പിൾ ആ സ്റ്റോറി ഇട്ടപ്പോൾ കണ്ടായിരുന്നു, കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ വണ്ടിയുടെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ ഡിസൈനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. പുണ്ടോ യുവോ സിമിലർ ആയിട്ട് ഡിസൈനാണ്, പക്ഷേ ഫിയറ്റിൻ്റെ ബ്രാൻഡിങ് എവിടെയും കാണാൻ പറ്റില്ല. ഒരു സ്ഥലത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ കണ്ട കീഴിൽ വരെ അബാത്ത് ബ്രാൻഡ് ഞാൻ കൊടുത്തേക്കുന്നത്. ഈ ഒരു സിൽക്കൺ കവർ ഇട്ടേക്കുകൊണ്ട് കീഴിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന ബേസിക് കീ ആണ്. ഈ വണ്ടിയിലാണെങ്കിൽ അധികം ഇലക്ട്രോണിക് സംഭവങ്ങളൊന്നുമില്ല. ABS ഉണ്ട്. അതർ ദൻ ദാറ്റ് ഒരു പറയാനുള്ള എത്രമാത്രം ഫീച്ചറുള്ള ഇലക്ട്രോണിക്സ് ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ഇറ്റ്സ് അണ്ടർ ദ ഹുഡ്. ജസ്റ്റ് ഒരു വോക്കറങ്ങൾ കണ്ടില്ല, സാധാ പുണ്ടോയുടെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഫോഗ് ലാംപ്സിൻ്റെ അവിടെ ചുറ്റും ഒരു റെഡ് ലൈനിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റോക്കാണ്. പിന്നെ ഇതിൻ്റെ മിറേഴ്സ്, ഈ മിറർ പോയത് ഞാൻ ഇവിടുത്തെ മിറർ കാണിച്ചുതരാം. അതിനൊരു കഥയുണ്ട് കേട്ടോ. ഈ മിറർ കണ്ടില്ലേ, ബ്ലാക്ക് ആക്കി കൊടുത്തത്. ഇത് ശരിക്കും റെഡ് ആയിരുന്നു, ഞാൻ ബ്ലാക്ക് പെയിൻറ്റ്. അതേപോലെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡിലും ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ബാംഗ്ലൂർ പോയത്. എന്തോ കാറ്റടിച്ചോ എന്തോ സംഭവം പറന്നു പോയത്, എന്തോ തട്ടിയൊന്നുമല്ല, ജസ്റ്റ് പറന്നു പോയത്. എനിക്ക് അതിൻ്റെ പാട്ട് കിട്ടാൻ കുറച്ച് പാട്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വീണ്ടും ലെഫ്റ്റ് സൈഡാണ് വന്നത്, റൈറ്റ് സൈഡ് കിട്ടിയില്ല. സോ ഇഫ് യു ഹാവ് എ റൈറ്റ് സൈഡ് മിറർ കവർ ഡു ലെറ്റ് മീ നോ. പിന്നെ ഇവിടെ ഒരു സ്ട്രൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ റിമൂവ് ചെയ്ത് മാറ്റിയതാണ്. ഭയങ്കര ഓവർ സ്ട്രൈക്കിംഗ് ആണ് ഈ വണ്ടിയിൽ. എന്നാൽ അത്രയും മാത്രം പവറുള്ള വണ്ടിയിൽ 143 ഹോഴ്സ് പവർ ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു വോം ഹാച്ച് ബാക്ക് എന്ന് പറയാം. ഇതിനാൾക്കാർ ഹോട്ട് ഹാച്ചസ് എന്നൊക്കെ പറയാണ്ട്, പക്ഷേ ഇന്ത്യൻ സിനാറി വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഹോട്ട് ഹാച്ച് എന്ന് കൺസിഡർ ചെയ്യാം. പക്ഷേ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ഒരു വോം ഹാച്ച് ബാക്കാണ്. സോ കണ്ട ഇവിടെയൊക്കെ അബാത്തിൻ്റെ ഗോ ഫാസ്റ്റർ ആയിട്ടുള്ള സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രൈപ്പ് ഉണ്ട്, സ്കോപ്പിയുണ്ട്, ലോഗോ കൊടുത്തിട്ട് ഒരു ടോപ്പ് ഷോട്ട് ചെയ്യണ്ട. പിന്നെ ഞാൻ കണ്ടില്ലേ റിയർ ബേസിക്കലി ഒരു പുണ്ടോ ഇവോ തന്നെയാണ് വിത്ത് അബാത്ത് ബ്രാൻഡിങ് ആണ് ഡിസൈൻ കൊടുത്തത്. ആ സ്ട്രൈപ്പ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ റിയർ റിഫ്ലക്റ്റേഴ്സ് വരെ ഈ റെഡ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് ബ്ലാക്ക് ഔട്ട് ആക്കണമെന്ന് ആകണ്ട, കുറച്ചും കൂടി സ്ലീപ്പറാക്കി മാറ്റുന്നുണ്ട്. പക്ഷേ ഈ കളേഴ്സൊക്കെ എന്താണെന്നറിയില്ല, എനിക്ക് പേടി ഈ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിക്കേഴ്സിൻ്റെ കുറച്ച് കോപ്പീസൊക്കെ എടുത്തു വെച്ച് ഇൻ കേസ് എനിക്ക് മാറ്റേണ്ടി വന്നെങ്കിൽ എനിക്കത് മാറ്റാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു ഈ വണ്ടി എഫാക്കി ട്യൂണ്ട, ഡൈനോ ട്യൂണ്ട, അതിൻ്റെ പ്രത്യേകത കുറച്ച് ടെക്നിക്കൽ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ സാധാ പുണ്ടുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഓൾ റൗണ്ട് ഡിസ്ക് ബ്രേക്സ് ആവുന്നത്, 16 ഇഞ്ച് വീൽസ് ആണ്. സ്കോർപ്പിയൻ അലോയെ. ഞാൻ ആദ്യം ഇത് വിചാരിച്ചു ചിലപ്പോൾ പിസ്റ്റൻ ആയിക്കോന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇത് സ്കോർപ്പിയൻ്റെ ടെയിലാണെന്നാണ് അവർ പറയുന്നത്. സ്റ്റോക്ക് ടയർസ് ഒന്നും മാറ്റാൻ തുടങ്ങിയിട്ട് അധികം ഓട്ടോ ഇല്ല. അധികം മാത്രം ഈ വണ്ടി ഞാൻ കൂടുതൽ മോട്ടോർ സൈക്കിൾസ് റൈഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഡ്രൈവ് ചെയ്യാൻ അധികം ടൈം. ഓൺലി സിറ്റി യൂസ്, ക്യാഷ്വൽ ആയിട്ട് വല്ല ട്രാക്ക് ബേസിൽ ഓടിക്കൽ മാത്രമേ ഉള്ളൂ. ആ സ്ട്രൈപ്സൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ള റെഡ് സ്ട്രൈപ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡൗൺ സൈഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു MVD മാഗ്നറ്റാണ്. ഞാൻ കുറച്ച് ടിൻ്റൊക്കെ ഈ വിൻഡോസിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രശ്നം കിട്ടുന്നത് എപ്പോഴും ഈ കളർ കാണുമ്പോഴാണ്. ഈ കളർ ഇവിടുത്തെ സ്ട്രൈപ്പ് ഉണ്ട്, ആ സ്ട്രൈപ്പ് ഞാൻ റിമൂവ് ചെയ്ത് മാറ്റി. എപ്പോഴും ഈ വണ്ടിയുടെ ഈ കളർ കാണുമ്പോൾ എന്നെ കൈ കാണിച്ച് മിക്ക ജംഗ്ഷനിലും മിക്ക സ്ഥലത്തും ഓവർ ദ ഇയേഴ്സ് എനിക്ക് പലപ്പോഴും തലവേദന ഇതിൻ്റെ ഈ കളേഴ്സാണ്. ഇപ്പോൾ കുറച്ച് ചെളി പിടിച്ചിരിക്കുക, പക്ഷേ എന്നാലും വരുമ്പോൾ ദൂരത്ത് നിന്ന് വരുമ്പോൾ ഈ സ്കോർപ്പിയൻ ഈ റെഡ് ബാജിങ് ഒക്കെ കാണുമ്പോൾ തന്നെ വന്ന് ചോദിക്കും ഈ സ്റ്റിക്കർ എന്തിനാ ഒട്ടിച്ച, ഇതിന് ഫൈൻ അടക്കണമെന്ന്. പിന്നെ ഞാൻ പറയും അബാത്താണ് ഒരു പഴയ വണ്ടിയായിരുന്നു, മാനുഫാക്ചർ നിർത്തിപ്പോയ വണ്ടിയാണ് എന്ന് നെറ്റിലൊക്കെ എടുത്ത് കാണിക്കും. അങ്ങനെ ചിലപ്പോഴൊക്കെ വിടാറുണ്ട്. പിന്നെ ഇത് പറയുമ്പോഴാണ് ഞാൻ ബാക്കി ഏത് കാര്യങ്ങളൊക്കെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ വന്ന് ഞാൻ ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ട്. സോ അതാണ് സ്റ്റോറി. പിന്നെ അബാത്തിൻ്റെ സ്റ്റോറി, ഞാൻ എപ്പോഴും അബാത്ത് എന്നാണ് പറയുന്നത്, പക്ഷേ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ പിന്നെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈ ആറ് പറയല്ലേ ബാത്ത് എന്നാണ് പറയുന്നത്. ആ ആർ സൈലൻ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ABARTH എന്ന അതിൻ്റെ ആർ കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് പറയുന്നത്. ബാത്ത് എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു ഓൺലൈൻ ഫോറത്തിൽ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് കേട്ടോ. സംഭവം കൊള്ളാം. ഫിയറ്റിൻ്റെ ഒരു പെർഫോമൻസ് ഡിവിഷൻ ഓഫ് കാർസ് അവരൊക്കെ ചെയ്യുന്ന ഇതിലാണ് അവർ ഇറക്കുന്നത് കേട്ടോ. പിന്നെ ആ കാര്യമൊക്കെ ഇതൊരു പ്രോപ്പർ അബാത്ത് കാറാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, ഇതൊരു സൂപ്ഡ് അപ്പ് വേർഷൻ ഓഫ് ദ പുണ്ടോ ഇവോ വിത്ത് സം മോഡിഫിക്കേഷൻ കൊടുത്ത് ഈ ഒരു ഫിയറ്റ് അവസാനം പോകുന്ന മുമ്പേ ഇന്ത്യൻ ആ എൻത്യൂസിയസിന് കൊടുത്ത ഒരു ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളി വേ ഓഫ് സേയിങ് ഇറ്റ് കേട്ടോ. വേറെ അബാത്ത് കാർസൊക്കെ ഇന്ത്യയിലുണ്ടായത് 595 അബാത്ത് പ്രോപ്പറായിട്ടുള്ള കുട്ടി വണ്ടിയില്ല, അതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര എക്സ്ട്രീംലി പ്രൈസ്ഡ് ആയിരുന്നു.
പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം ക്ലോസ് ടു 11.9 12 lakhs എന്തായിരുന്നു ഓൺ റോഡ് പ്രൈസ് കേട്ടോ. പക്ഷേ ഞാൻ ഏറ്റവും അവസാനത്തെ ഇത് മേടിച്ച കമ്പനി നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ സ്റ്റോക്ക് ക്ലിയറൻസിൽ മേടിച്ച വണ്ടിയാണ്. ഏകദേശം ഇതിൻ്റെ വില വരുന്നത് ഞാൻ എടുത്ത ക്ലോസ് ടു 9 lakhsനാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഭയങ്കര ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ഈ വണ്ടിക്ക്. ഇപ്പോൾ എനിക്കെപ്പോഴും ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടാം, ആൾക്കാർ ചോദിക്കാണ് ഇത് കൊടുക്കുമ്പോൾ എന്ത് വിലയാണെങ്കിൽ എടുക്കുക, എത്ര റേറ്റ് പറയുന്നത്. പക്ഷേ ഞാനിത് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിങ് ഞാൻ കൊടുക്കാൻ യാതൊരു പ്ലാനില്ല. ഇനി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഇത് ഇത്രയും ഓടിച്ചിട്ട് എനിക്ക് ഐ ട്രൂലി ലവ് ഡ്രൈവിങ് ദിസ് കാർ. കുറച്ച് കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടില്ലെങ്കിൽ പക്ഷേ എനിക്ക് എൻജോയ് എപ്പോഴും ഇത് ഓടിക്കുമ്പോൾ അത്രമാത്രം സന്തോഷം തന്നൊരു വണ്ടിയാണ് ഇത് അബാത്ത് ഫോണ്ടോ. ലെറ്റ്സ് പോപ്പ് ദ ഹുഡ്. പിന്നെ ഡോസിനൊക്കെ ഒരു വെയിറ്റുള്ള ഡോസാണ് കേട്ടോ, നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റി ഒക്കെയാണ്. പക്ഷെ ബാക്കി ചില പാർട്സ് ഇൻറ്റീരിയേഴ്സ് ആ ഹാച്ചൊക്കെ ഇല്ല, ഡോർ തുറക്കാൻ ലാച്ചൊക്കെ കുറച്ച് പ്രശ്നം കിട്ടിയത്. എൻ്റെ ആദ്യം തന്നെ ഫ്രം ദ ഫാക്ടറി ഞാൻ ഡെലിവറി എടുക്കുന്ന സമയത്ത് ഞാൻ പോപ്പ് ചെയ്തപ്പോൾ പൊട്ടിപ്പോയില്ല. ഡോർ ക്ലോസ് ചെയ്തപ്പോൾ ആ തഡൊക്കെ ഉണ്ടില്ലേ സെറ്റപ്പ് കൊള്ളാം. ആ ശബ്ദമൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ഒരു സോളിഡ് ബിൽഡ് കാറാന്നുള്ളൊരു ഫീലിംഗ് തരും. ഫുഡ് ഞാൻ ആദ്യം മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. കണ്ടില്ലേ, ഇത് സ്റ്റോക്കാണ് കേട്ടോ. ഇത് ഒരു എൻജിൻ കവർ കൊടുത്തേക്കുവാണ്, അതിന് വെള്ളം മഴയൊന്നും ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയുള്ള. കണ്ടില്ലേ, ഒരു അബാത്ത് ബ്രാൻഡിങ്, ആ സ്കോപ്പിയൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാറ്ററി ചേഞ്ച് ആമറോണ്ട് വേറെ ബാറ്ററിയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ കണ്ടത് BMCയുടെ ഒരു ഇൻടേക്ക്, ട്വിൻ എയർ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ട്വിൻ എയർ എന്ന് ഉദ്ദേശിക്കുകയാണ് ഇവിടെ എയർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇൻസൈഡ് ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്, കേട്ടോ കാണാൻ പറ്റുന്നത്. ഇൻസൈഡ് ഓപ്പൺ, അതുകൊണ്ട് ട്വിൻ രണ്ട് സൈഡിൽ നിന്ന് എയർ കയറട്ടെ എന്ന് വെച്ചിട്ട്. അതെ, ഇത് കാണുമ്പോൾ ടെക്നിക്കൽ ആൾക്കാർ പറയും എന്തായാലും ഹോട്ട് എയർ ഇൻ ദ എഞ്ചിൻ തന്നെയല്ലേ സർക്കുലേറ്റ് ചെയ്യുന്നത്. യെസ്, ട്രൂ ആണ്. പക്ഷെ എന്നാലും ഇതിനൊരു ചെറിയൊരു എയർ ഇൻഡക്ഷൻ നോയ്സും കൂടി ഇൻടേക്ക് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കൂടി കിട്ടുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം BMCയുടെ. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കൊള്ളിക്കാൻ പറ്റുന്ന ഇത് സ്റ്റോക്ക് പൈപ്പിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൊള്ളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൈസ് ഫിൽറ്ററാണ്, വിത്തൗട്ട് അധികം ഓൾട്രേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഫിൽറ്ററാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. BMC മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സപ്പോർട്ടേഴ്സ് ഓഫ് ദ ചാനലാണ്. സോ അടിപൊളി സാധനം ഉണ്ടോ. പിന്നെ എനിക്ക് വേറൊരു പ്ലാനുള്ള ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ IHIയുടെ VL38. എൻ്റെ ഓർമ്മയിൽ ഞാൻ അടുത്ത് പറയും VL38 ആണ് ഉപയോഗിക്കുന്നത്. ലീനിയൽ VL37 ടേബോസാണ്. രണ്ടിൻ്റെ ഹൗസിങ് സെയിം ആണ്, പക്ഷേ എൻ്റെ ഉള്ളിലത്തെ ടെർബൈനിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ ഊരി പറിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ ട്യൂണർ പറഞ്ഞത് ഇത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, മോഡിങ് പൊട്ടൻഷ്യൽ ഉള്ള വണ്ടിയാണ്. ഞാൻ പറഞ്ഞു ഇത് ഡൈനോ ട്യൂൺഡ്. അതിൻ്റെ ECU ഞാൻ റീമാപ്പ് ചെയ്യാം, കുറച്ചൊരു ബെറ്റർ ഡ്രൈവബിലിറ്റിക്ക് വേണ്ടി, കുറച്ചും കൂടി ബെറ്റർ പവർ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി. അത് എന്തിനാന്നൊക്കെ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതിനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേർബോ എടുത്ത് മാറ്റിയിട്ട് ഒരു ഗ്യാരറ്റിൻ്റെ GT 1446 ആണ് എൻ്റെ മെമ്മറിയിൽ നിന്ന് എടുത്ത് പറയുക കേട്ടോ. 1446. അതുപോലെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പവർ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതെൻ്റെ ഡെയിലി ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ ചെയ്ത മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം കരിമോട്ട സ്പീഡ് വേയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്താണെന്നറിയില്ല, വണ്ടി ഓരോ ലാപ്പ് കഴിയുമ്പോഴേക്കും പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്യണ പോലെ തോന്നി. ആ സഡൻ ആക്സലേഷൻ, ആ സഡൻ സർജ് ഓഫ് പവർ, പെട്ടെന്ന് ആ പവർ അത് കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ട്യൂണറിനോട് ചോദിച്ചു, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി ഒന്ന് നമുക്ക് വി ക്യാൻ ടെസ്റ്റ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ FRK ട്യൂണിൽ പോയി അവിടെ ഡൈനോ ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും എന്താ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് മനസ്സിലായി. ഇതിനൊരു ചെറിയൊരു ഇൻ്റർകൂളറാണ് കൊടുത്തിരിക്കുക. ഞാൻ ഇൻ്റർകൂളർ എടുത്തുകൊണ്ട് കണ്ട ഒരു ചെറിയൊരു ഇൻ്റർകൂളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊന്ന് ഞാൻ മാറ്റി വരാം, എന്നിട്ട് ഞാൻ ബാക്കി കഥ പറഞ്ഞു. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇതിൻ്റെ ഇൻ്റർകൂളർ നമ്മൾ മാറ്റി. ഈ ഇൻ്റർകൂളർ മിക്കൊക്കെ അറിയില്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടേബോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അതിനൊരു ടർബൈൻ സൈഡുണ്ട്, ഒരു കംപ്രസർ സൈഡും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ എക്സോസ് ഗ്യാസ്, സോ ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എക്സോസ് ഗ്യാസ് വെച്ചിട്ട് ഇതിൻ്റെ ടർബൈൻ സൈഡ് കറക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒറ്റ ഷാഫ്റ്റിലാണ് ഇതിൻ്റെ കംപ്രസറും ഇതിൻ്റെ ടർബൈനും ഇരിക്കുന്നത്. ഈ ടർബൈൻ സൈഡ് റൊട്ടേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്രസ് സൈഡും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ എയർ ആണ് കംപ്രസ് ചെയ്തെടുക്കുക, കൂടുതൽ എയർ ഇൻ ടു ദ എഞ്ചിൻ കൊടുക്കുക. പക്ഷേ ഡൗൺ സൈഡ് എന്താ സംഭവിക്കുന്നത്, ആ എയർ കംപ്രസ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവും, ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ ഓക്സിജൻ്റെ അളവ് കുറയും, അപ്പോൾ അത് ഇൻഎഫിഷ്യൻ്റ് ആവും. അത് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻ്റർകൂളർ ഉപയോഗിക്കുന്നത്. ഇൻ്റർകൂളർ എന്ത് ചെയ്യും, അത് ബേസിക്കലി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഈ ഇൻ്റർകൂളർ. ഈ ഹോട്ട് എയറിനെ കോൾഡ് എയർ ആക്കും. ഈ കോൾഡ് എയറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഓക്സിജൻ ഉണ്ടാവും. കൂടുതൽ ഓക്സിജൻ, കൂടുതൽ ഫ്യൂൽ, ഇറ്റ് മേക്സ് മോർ പവർ. നമ്മുടെ എഞ്ചിൻ ബേസിക്കലി ഒരു എയർ പമ്പ, കൂടുതൽ ഫ്യൂൽ, കൂടുതൽ ഓക്സിജൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് മേക്സ് മോർ പവർ. അത്രയ്ക്ക് ഈസി, ഒരു സിമ്പിൾ സംഭവം. അതിനു വേണ്ടിയാണ് നമ്മളൊരു ബിഗർ ഇൻ്റർകൂളർ കൊടുത്തിരിക്കുന്നത്.
എന്നിട്ട് കണ്ടിട്ട് ഇത് വെച്ചിരിക്കുന്ന ഒരു ഗ്യാരറ്റിൻ്റെ ഇൻ്റർകൂളർ, കോർ ഗ്യാരറ്റിൻ്റെയാണ്. 18 ഇഞ്ച് വലിയൊരു ഇൻ്റർകൂളർ കൊടുത്ത് ഓഫ്സെറ്റ് ഫിൻ ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ട് അത് കയറി കണ്ടു നോക്കാം. കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിന്റ് എന്തുകൊണ്ട് അഡ്വാൻറ്റേജ് എന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻ്റർകൂളർ വെച്ചപ്പോൾ ഏകദേശം 32 ഹോഴ്സ് പവർ ഗെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഭയങ്കര മിസ്ലീഡിങ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 32 ഹോഴ്സ് പവർ അല്ലെങ്കിൽ 30 ഹോഴ്സ് പവർ കൂടുമെന്ന്. ശരിക്കും നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർകൂളർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്റ്റോക്ക് ഇൻ്റർകൂളർ ഞാൻ ആദ്യം ഡൈനോ റൺ ചെയ്തപ്പോൾ 130 ഹോഴ്സ് പവറാണ് കാണിച്ചത്. പിന്നെ ഞാൻ റൺ ചെയ്തപ്പോൾ അത് 125 ആയി, പിന്നെ റൺ ചെയ്തപ്പോൾ അത് 105 ആയി, പിന്നെ 98 അത്രയും ഡ്രോപ്പ് കണ്ടില്ലേ. ഈ ഇൻ്റർകൂളർ വലുത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡ്രോപ്പ് ഉണ്ടാകില്ല. എല്ലാം ക്ലോസ് ടു 130 തന്നെ സ്ഥിരം കിട്ടും. അങ്ങനെയാണ് 30 ഹോഴ്സ് പവർ കിട്ടുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയി ത്രൂ ഔട്ട് കിട്ടുന്നത്. പിന്നെ അധികം ടെക്നിക്കലായിട്ട് പോകുന്നില്ല, ചിലർക്ക് ബോറടിക്കും. പക്ഷേ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് ഇതിൻ്റെ ചെയ്ത കാര്യങ്ങളുടെ ECU ട്യൂണിങ്, അതൊക്കെ ഡൈനോ ട്യൂണിങ്, വീൽ ഹോഴ്സ് പവർ കാൽക്കുലേഷൻ ചെയ്യുന്ന, അതിന് കമ്പൻസേഷനൊക്കെ കൊടുക്കുന്ന എത്ര വാല്യൂസൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെ ബെറ്റർ ഡ്രൈവബിലിറ്റിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഡൗൺ ബിലോ. കുറച്ചും കൂടി അതിൻ്റെ ട്യൂണറായിട്ട് ഫയർസ് ബൈ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം ഓരോ കമ്പോണൻസ് എടുത്തിട്ട്, ഹൗ ഇറ്റ് ഫാക്ടേഴ്സ് പെർഫോമൻസ്, അങ്ങനെ വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാം, ഇതിൻ്റെ ടേബ് ഞാൻ സ്റ്റോക്കിന് ഉപയോഗിച്ചേക്കുന്നത് ഇതിന് 1446 എന്ന് പറഞ്ഞൊരു അപ്ഗ്രേഡ് ടേബ് ഉണ്ട്. വേറൊരു മോഡലും കൂടിയുണ്ട്. ഇത് രണ്ടും ഞാൻ പ്ലാൻ ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒരു അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ എൻ്റെ ഡെയിലി ഡ്രൈവർ ആയതുകൊണ്ട് എനിക്ക് ഇത് തന്നെ മോർ ദൻ എനഫ് ഓഫ് പവറാണ് കിട്ടിയിരിക്കുന്നത്. സോ ഐ എം വെരി മച്ച് ഹാപ്പി വിത്ത് ഇറ്റ്. ഇത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എൻഡ് ഓഫ് ദ വീഡിയോ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ലോ ഡൗൺ പവർ, എവറി ഡേ യൂസബിലിറ്റി, ഒരു ബെറ്റർ സിറ്റി കാർ എൻ്റെ റിക്വയർമെൻറ്റ്സിന് വേണ്ടി ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ്. സോ പിന്നെ ഇൻ ഫ്യൂച്ചറിൽ ഇതൊരു ഇത് റിട്ടയർ ചെയ്യാൻ ടൈം ആകുമ്പോഴേക്കും, ഇതൊരു ട്രാക്ക് കാർ ആക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ടേബോ മാറ്റുന്നതായിരിക്കും. സോ ഇപ്പോൾ ഞാൻ മാറ്റിയിരിക്കുന്ന ഇൻടേക്ക്, ഡീകാറ്റ് ആൻഡ് ഇൻ്റർകൂളറാണ്. പിന്നെ എനിക്ക് ഇതിൽ ഈ ഫിയറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എല്ലാ ഫിയറ്റും ഞാൻ ഓടിച്ച ഫിയറ്റ്സൊക്കെയാണ് അതിൻ്റെ സ്റ്റിയറിങ് ഹൈഡ്രോളിക് സ്റ്റിയറിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് സ്റ്റിയറിങ് ഞാൻ ടെക്നിക്കൽ കഴിയാം, അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക എന്നാലും ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോൾ നിങ്ങൾ പ്ലീസ് ബെയർ വിത്ത് മീ. സോ ഈ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ പറയാറുണ്ട്, ഹൈഡ്രോളിക് ബെറ്റർ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിനുള്ള കാരണം കണ്ടത് ഇതിനൊരു ഹൈഡ്രോളിക് പമ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഡ്രിവൺ ബൈ ഒരു പുള്ളി ഇട്ടിട്ടായിരിക്കും, ഒരു ബെൽറ്റ് ഇട്ടിട്ടായിരിക്കും അത് പുള്ളി ചെയ്യുന്നതായിട്ട്. അതിന് അങ്ങനെ പവർ ഫ്രം ദ എഞ്ചിൻ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് അതിനായിരിക്കും ഡ്രിവൻ ചെയ്യുന്ന ആ പമ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്റ്റിയറിംഗ് റൈറ്റ് അതൊരു പിസ്റ്റൻ്റെ, ആ പിസ്റ്റൻ്റെ ബോത്ത് സൈഡിലും ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴേക്ക് ഈ പമ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും, ഒരു ബേസിക് ഒരു പ്രഷർ സപ്പോർട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്സ് ഇറ്റ് ഈസിയർ. നമുക്ക് വീൽ തിരിക്കാൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. ഹൈഡ്രോളിക് പ്രഷർ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ വീൽസും തിരിയുന്ന അത് നല്ല ഫീഡ്ബാക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക ട്രാക്കിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചധികം കോർണർ ചെയ്യുകയാണെങ്കിൽ ഈ ടയർ എന്താ ചെയ്യുന്നത് അതൊക്കെ കുറേ നമുക്ക് സ്റ്റിയറിങ്ങിൽ ആ ഫീഡ്ബാക്ക് കിട്ടും. നല്ല മീഡിയംലി വെയിറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വെയ്റ്റഡ് സ്റ്റിയറിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇതിൻ്റെ സ്റ്റിയറിംഗ് ബേസിക്കാണ്. കുറച്ച് കൺട്രോൾസ് ഓഫ് വോളിയം, മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാനുള്ള കൺട്രോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് പ്യുവർ എന്താ പറയുക ഭയങ്കര ഡ്രൈവിംഗ് ഫീൽ തരുന്ന വണ്ടികളാണ്. ഇതിൻ്റെ എർഗണോമിക്സിലോട്ട് ഞാൻ പിന്നെ കിടക്കാം. പക്ഷേ അതിന് മുമ്പ് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കിടിലൻ സെറ്റപ്പാണ്. അതാണ് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയിട്ട് 155 mm വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷേ ഈ വീൽ ആർച്ച് എനിക്കൊരു ഭയങ്കര ഒരു ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ട. 16 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്ന. അതിൽ 195/55 R16 ലീനിയർ TZ 205 ടയേഴ്സാണ് കൊടുത്തത്. പക്ഷേ ഇതിനെന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് അറിയില്ല. സോ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത്രയും ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം ഒരു എപ്പോഴും ഒരു സോറായിട്ട് ഒരു മാച്ചിങ് അല്ലാട്ടിരിക്കും. 17 ഇഞ്ച് വീല് കൊടുത്താൽ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ മാറ്റാം. ഇതിൻ്റെ സസ്പെൻഷൻ ഞാൻ ഒരു പ്രാവശ്യം മാറ്റിയതാണ് വിൽസ് ഇൻസ്റ്റാൾ ചെയ്താൽ. എൻ്റെ പഴയ ഫോളോവേഴ്സിനൊക്കെ അറിയാം, ഞാനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്താൽ. പക്ഷേ ഭയങ്കര സ്റ്റിഫായിരുന്നു. എന്ന് പറഞ്ഞാൽ എവറി ഡേ യൂസേജിനൊന്നും കംഫർട്ട് ഇല്ലാത്ത രീതിയിലാണ് വണ്ടി പോകുന്നത്. അത്രമാത്രം ഫീഡ്ബാക്ക്. നമുക്ക് ഓൾറെഡി നമ്മൾ ട്രാക്ക് ബൈക്സ് ഒക്കെ ഓടിക്കുക, നമ്മൾ റേസ് മോട്ടോർ സൈക്കിൾസ് ഓടിക്കുക, അത് തന്നെ ഭയങ്കര ഒരു ടാസ്ക് ഓഫ് ഫിറ്റ്നസ്സാണ് വേണ്ട. പക്ഷേ ഓൺ ദ റോഡ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഫീലിംഗാണ് വേണ്ട. ഞാൻ എപ്പോഴും മറ്റേ പ്ലഷറായിട്ടാണ് ഓടിക്കുന്നത്. എനിക്ക് ചിന്തിച്ച് ഓടിക്കേണ്ട, എനിക്ക് പോട്ട് നോക്കി ഓടിക്കേണ്ട, എനിക്ക് കാഷ്വലായിട്ട് എൻജോയ് ചെയ്ത് കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സ്റ്റോക്ക് സസ്പെൻഷൻ തന്നെ. ഞാൻ തിരിച്ച് മാറ്റി വെൽ ആയിട്ട് നല്ല ഡിസൈൻ സസ്പെൻഷനാണ്. ഓവർലി പ്ലഷും അല്ല, ഓവർലി സ്റ്റിഫും അല്ല, ഇൻ ബിറ്റ്വീനായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. റോട്ടിലത്തെ എല്ലാ ഇംപെർഫെക്ഷനും നല്ല ബ്യൂട്ടിഫുള്ളി അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന സസ്പെൻഷനാണ് ഈ അബാത്ത് ഫുണ്ടോയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ നിങ്ങൾ ചോദിച്ചായിരുന്നു ഒരു POV തരാം. ഞാൻ നേരത്തെ പറഞ്ഞു ഡീകാറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ
ഇതിൽ ഇൻടേക്ക് മോഡ് ചെയ്തിട്ടുണ്ട്. ആ എയർ ഇൻടേക്ക് ചെയ്യുന്ന ശബ്ദം ഉണ്ടോ, ആ BMCയുടെ ട്വിൻ എയർ ഫിൽറ്ററിന്. ഇത് വേറൊരു പുണ്ടോ. കണ്ട ആ സഡൻ സർജ് ഓഫ് എനർജി കണ്ട് വരുന്ന, അത്രയും പവറാ വരുന്ന. 1800 RPM 2000 RPM തൊട്ട് വണ്ടി പറക്കും. 4th ഗിയറിന്ന് പുള്ളി വേണ്ട. ഭയങ്കര ഒരു ഡ്രൈവബിലിറ്റിയാണ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിൽ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഗിയർ ഡൗൺ ചെയ്യണം, ഓവർടേക്ക് ചെയ്യാൻ ഗിയർ ഡൗൺ ചെയ്യണം. മാത്രമല്ല എവറിഡേ യൂസേജിലൊക്കെ ഭയങ്കര, സിറ്റി യൂസേജിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് ഓടിക്കണമായിരുന്നു. ആ ടസ്കൻ വൈൻ പുണ്ടോ എന്ന് പറഞ്ഞു, മറ്റേ ഗ്രാൻഡ് പുണ്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർ. ആ കളർ എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. മിക്കവർക്കും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അത് ഫിയറ്റ് ഫാൻസിന് മാത്രം എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കളറാണ്. ടസ്കൻ വൈൻ എന്നാണ് തോന്നുന്നു എൻ്റെ കളറിൻ്റെ പേര്. നിങ്ങൾക്ക് കറക്റ്റ് എൻ്റെ കളറിൻ്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ എൻജിനാണ് കേട്ടോ. ആ 1.4 ലിറ്റർ TJet ആണ്. ലീനിയർ TJet വന്നിട്ടുണ്ട്, ആ എൻജിൻ വന്നിട്ടുണ്ട്. അത് ഒരു അടിപൊളി എൻജിനാണ്. ഈ ഫോം ഫാക്ടറിൽ, ഈ ഹാച്ച് ബാക്കിൽ ഇതൊരു അടിപൊളി ഡീലാണ്. ഞാൻ പറയുള്ളൂ, ഇത് 1.4 TJet ആണ്. 143 ഹോഴ്സ് പവർ, 210 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോക്കാണ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കേട്ടോ. ആ ശബ്ദം കേട്ടില്ല ഇടയ്ക്ക്, ആ ശബ്ദം എയർ ഇൻടേക്കിൻ്റെ ശബ്ദമൊക്കെ ആ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി മാറ്റും. ഞാൻ ഇങ്ങനെ ഹാർഷായിട്ടുള്ള ആക്സിഡൻറ്റ് കൊടുക്കുന്ന വളരെ മൈൽഡ്ലി കൊടുക്കുക, പക്ഷേ പുൾ ഞാൻ പറയാം എൻ്റെ റിയർ ലെഫ്റ്റിലത്തെ ABS സെൻസർ പോയേക്കും. അപ്പോൾ ABS ഇല്ല, ഭയങ്കര ഷാർപ്പ് ബ്രേക്സ് ആണ്. പക്ഷേ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ സഡൻലി പാനിക് ബ്രേക്കിംഗ്, ഒരാൾ ഒട്ടം ചാടുമൊക്കെ ആണെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി ലോക്കായിട്ടാണ് പോകുന്നത്. അത് കുറച്ച് ഇഷ്യൂസാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നോൺ ABS മോട്ടോർ സൈക്കിൾസ് ആണെങ്കിലും നോൺ ABS കാർസൊക്കെ ഓടിച്ചിട്ട് ഐ എം ക്വൈറ്റ് യൂസ് ടു ഇറ്റ്. പിന്നെ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് കാണാൻ പറ്റും. ഈ ചെക്ക് എഞ്ചിൻ ലൈറ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാറ്റലൈറ്റ് കൺവേർട്ടർ എടുത്ത് മാറ്റിയപ്പോൾ അത് കാണുന്നില്ല. കാറ്റലൈസർ മിസ്സിങ്, കാറ്റലൈസർ അനാലിസിങ് എന്തോ അങ്ങനെ എന്തോ പറഞ്ഞൊരു എററാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. സോ അതിന് ചെയ്യാൻ വേണ്ടി അതിനെന്തോ ഡിവൈസ് ചിലവർ കണക്ട് ചെയ്യാറുണ്ട്, അത് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി. പക്ഷേ ഇറ്റ്സ് എ പ്രോജക്റ്റ് കാർ. ഇത് ഞാൻ കുറച്ച് മോഡ് ചെയ്യാൻ പ്ലാനുള്ള കാറാണ്. സോ ഇൻ ഫ്യൂച്ചർ കുറച്ചുകൂടി മോഡ്സ് ചെയ്യാൻ പ്ലാൻ. അപ്പോൾ ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഇപ്പോൾ നമ്മുടെ റേസിംഗ് ഫീൽഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ചെക്ക് എഞ്ചിൻ ലൈറ്റ് നമ്മുടെ എന്താണ് ഒരു സിബ്ലിംഗ് പോലെ, കൂടപ്പറപ്പ് പോലെയാണ്. അത് എപ്പോഴും ഉണ്ടാവും. അത് എത്രത്തോളം മാറ്റാം, ഇറ്റ്സ് ഓക്കെ, ഫൈൻ വിത്ത്. ഞാൻ പറഞ്ഞു ഇതൊരു പെർഫെക്റ്റ് പാക്കേജ് ഓഫ് ഹാൻഡ്ലിങ്. ഈ ഹൈഡ്രോളിക് സ്റ്റിയറിങ്, ആ ഫീഡ്ബാക്ക് ആയിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക്, ഈ എർഗണോമിക്സ് കണ്ടില്ല. ഞാൻ ഇരിക്കുന്നത് മാത്രം കുറച്ചൊരു ഓക്വേർഡാണ്, അത് ശരിയാണ്. വേറെ വണ്ടി നിന്ന് ഓടിച്ചിട്ട് പെട്ടെന്ന് ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്തോ പന്തിയുണ്ട്. പക്ഷെ ഓവർ ദ ഇയേഴ്സ് ഞാൻ ഈ വണ്ടി ഓടിച്ച് ഇപ്പം ഞാൻ യൂസ് ടു ആയി ഇതിൻ്റെ ആ ഫീലിംഗ് അത് തരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അത് ഇപ്പോൾ ഞാൻ ശരിക്കും യൂസ് ചെയ്യും. ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് റബ്ബറിയാണ്, അത്രമാത്രം പ്രിസൈസ് അല്ല. പക്ഷേ ഓടിച്ച് ഞാൻ അതിൻ്റെ നാക്ക് കിട്ടി. എങ്ങനെയാണ് ഈ സാധനം സെറ്റപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ഓടിക്കേണ്ടത്, എങ്ങനെ ഇത് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. സോ ഇത് ഇങ്ങനെ പറഞ്ഞു ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാണ്ട് കുറച്ചൊന്ന് അഗ്രസീവായി പോകുന്നു. പറഞ്ഞില്ല, അത്ര കേബിൾ, അത്രയും പവർ ഓൺ ടാപ്പാണ് ഇത് ഓഫർ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്താൽ തന്നെ അത്രമാത്രം പവറാണ് ടു ദ വീൽസ് കൊടുക്കുക. അതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ ഒക്കെ സഡൻലി ഇങ്ങനെ കാല് കൊടുത്ത് പെട്ടെന്നൊക്കെ വീൽ സ്പീഡ് ഇൻസ്റ്റൻറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയർ, ഇൻസ്റ്റൻറ്റ് ആഫ്റ്റർ റീമാപ്പ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയറിലും വീൽ സ്പിൻസ് ആണ്. മാത്രമല്ല ഇതൊരു ടോക്ക് സ്റ്റിയർ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടിയാണ്. ഞാൻ ഒറ്റയടി കാല് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് സ്റ്റിയറിംഗ് തിരിഞ്ഞാണ്ട് അത് ഈ ലോവർ സ്പേസിൽ പെട്ടെന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ സ്റ്റിയറിംഗിന് വെട്ടിപ്പോകും. നമ്മൾ അധികം എഫേർട്ടൊന്നും കൊടുക്കാണ്ട് പ്രതീക്ഷിക്കാണ്ട് ഒറ്റയടി കാല് കൊടുക്കുക ഇതങ്ങോട്ട് തിരിഞ്ഞു പോകും. ടോക്ക് സ്റ്റിയർ എന്ന് പറയും. അത് ശരിക്കും നല്ല കാര്യമൊന്നുമല്ല. ഈ ഫോർവേഡ് വീൽ, ഫ്രണ്ട് വീൽ ഡ്രിവൺ കാസിലൊക്കെ, കുറച്ച് പവർ കൂടിയ കാസിലൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ആഫ്റ്റർ റീമാപ്പ് ഏകദേശം 155-160 ഹോഴ്സ് പവർ എന്തുകൊണ്ട് അറ്റ് വീൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കേട്ടോ.
അമ്മേ വണ്ടി പറക്കുവാണ്. കണ്ട ആ സ്റ്റീറിങ്ങിൻ്റെ വെയിറ്റ് ഭയങ്കര അടിപൊളി, ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് വെയിറ്റ്, അത്രയും കോൺഫിഡൻസ്. സ്പീഡ് കൂടിയാലും അത്ര കോൺഫിഡൻസ് ഇൻസ്പയറിങ് ആയിട്ടുള്ള വണ്ടിയാണ്. സെറ്റപ്പ് നോക്കണേ. ഞാൻ കൈ കൊടുത്ത എല്ലാത്തിനും ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ഇനഫ് പവർ ഫോർ ദ ഇന്ത്യൻ റോഡ്സ്, മോർ ദ ഇനഫ് പവർ ഫോർ ദ ഇന്ത്യൻ റോഡ്സ്. ഞാൻ ഇപ്പോൾ കണ്ട 5th ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്ക് പെട്ടെന്ന് ഞാൻ പറയാം ചിന്തിക്കേണ്ട, സാധാ വേറെ ഇത് വണ്ടിയൊക്കെ ഓടിക്കുക ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. പക്ഷെ ഇത് ചിന്തിച്ചോടിക്കണം. ഈ വണ്ടി ഞാൻ ഒരു അബാത്താണ് ഓടിക്കുന്നത്, എൻ്റെ ഗിയർ ബോക്സ് ആണ് എൻ്റെ വീക്കസ്റ്റ് പോയിന്റ്. അത് മനസ്സിലാക്കി ഓടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. ഞാൻ പറയാം എപ്പോഴും എക്സ്ട്രാ ഒരു എഫേർട്ട് ഇടണം, എക്സ്ട്രാ ഒരു എഫേർട്ട് എപ്പോഴും മനസ്സിൽ വെക്കണം. ഇത് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം, ഇത് ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യണം, ഞാൻ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് കറക്റ്റ് ലെഫ്റ്റിലോട്ട് ഞാൻ ഒന്ന് ചെയ്തിട്ട് ഇന്ന് ഷിഫ്റ്റൊക്കെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഇതൊക്കെ ആ ശബ്ദം കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പോപ്പുലേറ്റ് ആട്ടോ. സാധാരണ എനിക്ക് കാസൊക്കെ ഇപ്പോൾ ഈ ഇവൻറ്റ്സിനൊക്കെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ട്രാക്കിലൊക്കെ വേറെ കാർ കൂടി ഞാൻ ഓക്കെ, എനിക്ക് അത്രമാത്രം താല്പര്യമില്ല. ഞാൻ കുറച്ചുകൂടി മോട്ടോർ സൈക്കിൾ ഗായാണ്. എനിക്ക് കുറച്ചുകൂടി ആ ഫീലിംഗ് കിട്ടണം, ആ വെൻ്റ് കിട്ടുന്ന ആ എൻജിൻ റെവ് ചെയ്യുന്ന ഫീലിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇൻസുലേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ നോയിസ് ഇൻസുലേഷൻ കമ്പയർഡ് ടു പുതിയ ജനറേഷൻ കാർസ് ഇത് മോശമാണ്. പക്ഷെ എന്നാലും അതിനെ കാർ അത്രമാത്രം നമുക്ക് ആ ഫീലിംഗ് കിട്ടില്ല ഓഫ് ഗോയിങ് ഫാസ്റ്റ്, അത് കിട്ടില്ല. ശരിക്കും ഒരു ഡ്യൂക്ക് 390 ഓഫ് മോട്ടോർ സൈക്കിൾസ് ഇൻ എ കാർ അതാണ് ഏറ്റവും സിമിലർ വാല്യൂ ഫോർ മണി. ദ ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് കേട്ടോ. അപ്പോൾ ഭയങ്കര വാല്യൂ ഫോർ മണി, പ്രൈസ്, പവർ ടു വെയിറ്റ് ആണെങ്കിലും 0 to 100 8.8 seconds കേട്ടോ എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഞങ്ങളിത് എന്താ പറയുക VPOX ടെസ്റ്റ് GPS ടെസ്റ്റ് ചെയ്താൽ പക്ഷെ എനിക്കൊന്നും ആ സ്പീഡ് കിട്ടാൻ പറ്റിയില്ലല്ലോ. എന്നാൽ എൻ്റെ മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ ക്ലോസ് ടു 98 97 എന്തുവരെ എത്തുള്ളത് ട്രൂ GPS അത്രയുമേ സെക്കൻഡ് ഗിയർ. അപ്പോൾ തേർഡ് ഗിയർ ഇതിൻ്റെ ഗിയർ ബോക്സ് കുറച്ചൊരു വീക്കായതുകൊണ്ട് എന്താ പറയുക നമുക്ക് ആ 100 കിട്ടില്ല. 100 ഒരു ചെറിയ ആ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇതുകൊണ്ട് ആ 0 to 100 നമുക്ക് 9 seconds 9.2 seconds ഒക്കെ അന്ന് കിട്ടിക്കൊണ്ട് 9.3 എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ, അത് കറക്റ്റ് ഓർമ്മയില്ല. ആഫ്റ്റർ റീമാപ്പ് ആണെങ്കിലും 9 seconds ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് GPS സ്പീഡാണ് കേട്ടോ, അല്ലാണ്ട് സ്പീഡോമീറ്റർ സ്പീഡല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. GPS ബൈ ആക്ച്വൽ ടെസ്റ്റിങ്ങിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ, ആ റോട്ടിലത്തെ ബംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. ഓവർ സ്പോർട്ടിയൽ ഞാൻ എൻ്റെ സസ്പെൻഷൻ ആദ്യം പണ്ട് മാറ്റിയതാണ്, എന്നിട്ട് ഞാൻ തിരിച്ച് സ്റ്റോക്കിലോട്ട് പോയതാണ്. അപ്പോൾ പണ്ട് ഈ സസ്പെൻഷൻ മാറ്റിയപ്പോൾ എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിഫാണ്. ആൾക്കാർ ഇരിക്കുമ്പോഴാണെങ്കിൽ തീരെ കംഫേർട്ടില്ല. ഇപ്പം ഞാൻ ഈ കാർ മേടിച്ച ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് എനിക്കൊരു സ്പോർട്ടി ഫീലിംഗ് കിട്ടാൻ, പക്ഷേ എന്നാൽ ഐ വോണ്ട് കംഫേർട്ട്. കാർ എന്തിനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മോട്ടോർ സൈക്കിളിന് പോയാൽ പോലെ ഇതിൻ്റെ എന്താ പറയുക അത്രമാത്രം കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് അത്ര ട്രാക്കൊക്കെ ഓടിക്കുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത്രമാത്രം സസ്പെൻഷൻ ബിൽസ്റ്റീൻ്റെ സസ്പെൻഷൻ ഇതൊക്കെ കറക്റ്റ് ഓർമ്മയിൽ ഞാൻ മോട്ടർ കൊടുത്തേക്കാം. സോ ചേഞ്ച് ഭയങ്കര സ്റ്റിഫായിരുന്നു. ഭയങ്കര സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അൺകംഫർട്ടബിൾ. എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ തന്നെ ഇഷ്ടം പോയി. പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ആഴ്ച മാസങ്ങൾ ഞാൻ അതിരപ്പള്ളിയൊക്കെ കൊണ്ടുപോയത്. പിന്നെ എവറി ഡേ നമ്മൾ പോകുമ്പോൾ അതിരപ്പള്ളിയിലും കോർണർ ചെയ്യാൻ വേണ്ടി മസനോടി വഴി ഊട്ടിക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ സാധാരണ ഈ കൊച്ചി റോഡിൽ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ കൂടിയൊക്കെ പോകുന്നത്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി ഓടിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ വണ്ടിയിൽ ആകെ ഫിയറ്റിൻ്റെ ഒരു ലോഗോ കാണണമെങ്കിൽ ഇതേ കാണിച്ചുതരാം. കണ്ട ഈ സാധനം ടച്ച് സ്ക്രീൻ ഒരു റെസിസ്റ്റീവ് ടച്ചാണ്. 5 inch 4 inch 5 inch TFT ആണ്. ഞാൻ ഓഫാക്കി വെക്കും, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാൻ പാട്ടോ മ്യൂസിക്കൊന്നും കേൾക്കാറില്ല. ആകെ ആ എയർ ഇൻടേക്കിൻ്റെ ആ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ, അത് മാത്രമാണ്. ഈ എൻജിന് വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഭയങ്കര റിഫൈൻഡ് എൻജിനാണ് കേട്ടോ. ഞാൻ GT TDA എന്ന് എടുക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് ഞാൻ പറയാം എല്ലാ വണ്ടികളും ഞാൻ ഓടിച്ച ബെലനോ RS JTP ട്വിൻസ് എല്ലാം ഓടിച്ച പോളോ GT TSI ഓടിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ. പക്ഷേ ഇത് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴേക്ക് കംപ്ലീറ്റ്ലി മൈൻഡ് ബ്ലോ ചെയ്ത്. പിന്നെ GT TDI എന്ന് പറഞ്ഞൊരു മോഡലും കൂടി ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ. അതും ഭയങ്കര എന്താ പറയുക, അത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ആ ലോ ഡൗൺ ടോർക്കൊക്കെ എക്സെപ്ഷനിലായിരുന്നു. ആ ഗിയർ ബോക്സ് വേറെ റേഞ്ച് ആയിരുന്നു. അതിൻ്റെ എർഗണോമിക്സ് അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇൻറ്റീരിയർ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും സെറ്റപ്പ് അറ്റ് ദാറ്റ് ടൈം ഞാൻ പറഞ്ഞു ഐ വാസ് ഇംപ്രസ്ഡ്. ആ വോൾസ്വാഗൻ്റെ സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. പക്ഷേ ആ എൻജിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. പിന്നെ അത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ സ്മൂത്ത്നെസ്സിൽ ഇതിപ്പോൾ ഏകദേശം 25,000 കിലോമീറ്റേഴ്സായി. എന്നിട്ടും ആ ബട്ടറി സ്മൂത്ത്നെസ് ഓഫ് ദാറ്റ് എൻജിൻ അന്തസ് അതില്ല.
അത് ഓടിക്കുമ്പോൾ ഞാൻ അത് കുറ്റം പറയില്ല, പക്ഷെ അത് ഞാൻ പെട്രോൾ വണ്ടികൾ ഓടിച്ച് ഞാനിപ്പോൾ ഒരു ഡീസൽ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ആ റിഫൈൻമെൻറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര ഹാഷായിട്ടുള്ളൊരു എൻജിൻ എനിക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. പിന്നെ ഞാനൊരു പ്യുവർ പെട്രോൾ ആ റവ് ചെയ്യുന്നത് അതില്ലെങ്കിൽ ശരിക്കും എന്താ പറയുക, അത് സുഖമില്ലാത്ത ഫീലിംഗ്. സോ ഗൈസ്, അതൊക്കെയാണ് കാര്യങ്ങൾ നമ്മളുടെ വണ്ടി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും പറഞ്ഞു. പാർട്സ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതെടുക്കാൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ പാർട്സ് കിട്ടാൻ പാടാണ്. സർവീസ് അവൈലബിലിറ്റി കൊച്ചിയിൽ അതിൻ്റെ ഷോറൂമില്ല. ഷോറൂം ഇപ്പോൾ പിനക്കിൾ ജീപ്പിൽ അവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ പോയി അധികം കൊടുത്തിട്ടില്ല കേട്ടോ. അതിന് കുറച്ച് ഹൊറർ സ്റ്റോറീസൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം അവിടെ കൊടുക്കാറില്ല. എല്ലാം ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി എല്ലാ സാധനവും സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നല്ലൊരു സർവീസ് സ്റ്റേഷൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർ, പക്ഷെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ വണ്ടി ഭയങ്കര പണിയായിരുന്നു. ഇതിൻ്റെ കൂളൻ്റ് ഹോസ് ആണെങ്കിലും ഇതിൻ്റെ ഫ്യൂൽ പൈപ്പൊക്കെ ആണെങ്കിലും അതൊക്കെ വന്ന് ലീക്ക് വരുന്ന ഇഷ്യൂ. അതിനൊക്കെ നല്ല പ്രൈസ് ഉണ്ട്. 7,000 8,000 റുപ്പീസാണ് പൈപ്പ്സിന് വരുന്നത്. 12,000 7,000 to 10,000 ആ റേഞ്ചിൽ എന്തുവാണ് അതിൻ്റെ പൈപ്പ് വരുന്നത്. പിന്നെ അത് കിട്ടാനില്ല. അത് 6 months to 1 year ഒക്കെ വരെ പെൻഡിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുന്നു. സോ അങ്ങനത്തെ കുറച്ച് ഹൊറർ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഞാൻ അധികം ഡിമോട്ടിവേറ്റ് ചെയ്യില്ല, പക്ഷെ എന്നാലും ഇത് മേടിക്കുവാണെങ്കിൽ ഇത് വൺ ആൻഡ് ഓൺലി കാറാക്കി ഉപയോഗിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അറ്റ് ദിസ് ടൈം ഇത് കുറച്ചൊരു ടാസ്ക് തന്നെ. പുറത്തുനിന്നൊക്കെ പാർട്സ് കൊണ്ടൊന്നും ചെയ്യാൻ വില്ലിങ് ആണ്. ഞാൻ ഒരു വില്ലിങ്നെസ് ടു വർക്ക് ഓൺ ദ കാർ. വണ്ടിക്ക് പണി വന്നാലും നമുക്ക് നന്നാക്കാനുള്ള മൈൻഡ് ഇതുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർ. ഇപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ OLXലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല പ്രൈസിൽ അറൗണ്ട് 5.5 lakhs 6 lakhsലൊക്കെ വണ്ടി കൊടുക്കാൻ കാണുന്നുണ്ട്. ഇറ്റ്സ് എ ബ്രില്യൻറ്റ് കാർ. ഒന്ന് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അങ്ങനത്തെ വണ്ടികളുണ്ട്. ഈ വണ്ടി ഞാൻ ചോദിക്കരുത്, ഈ വണ്ടി അങ്ങനെ വേറെ ആൾക്ക് ഓടിക്കാൻ കൊടുക്കാറില്ല. കാരണം ഇത് ഞാൻ പറയില്ല, ഇതൊരു ഇമോഷണൽ പർച്ചേസ് ആയിരുന്നു. അത് എൻ്റെ വീട്ടുകാരെല്ലാവരും കുറ്റപ്പെടുത്തിയതും, വീട്ടുകാരല്ല നാട്ടുകാർ മൊത്തം ഈ വണ്ടി എടുത്തപ്പോൾ ചോദിച്ചാൽ എന്തുകൊണ്ട് വൈ ദ അബാത്ത് നോട്ട് വേറെ എന്തുകൊണ്ട് ഒരു വോൾസ്വാഗൻ എടുത്തില്ല, കുറച്ചൊരു ബ്രാൻഡ് നെയിം ആയിട്ടുള്ള വണ്ടി എടുത്തില്ല, ആരും മേടിക്കാത്ത കമ്പനി നിർത്തിപ്പോയൊരു വണ്ടി എന്തിനാണ് എടുത്തതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ ആഫ്റ്റർ ഈ വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കണം, ഞാൻ ചിന്തിച്ച് ഞാൻ എടുത്തിട്ട് വളരെ നല്ല ഡിസിഷനായി. ഞാൻ എന്താ പറയുക, ഇതൊരു ബൈ ഹാർട്ട് എടുത്ത ഡിസിഷനാണ്, നോട്ട് ബൈ ദ ബ്രെയിൻ. അന്ന് എൻ്റെ ബ്രെയിൻ പറഞ്ഞ GT TSI അല്ലെങ്കിൽ GT TDI എടുക്കാൻ, അതായത് പ്രാക്ടിക്കൽ ആണെങ്കിലും ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ആണെങ്കിലും എല്ലാം കൊണ്ട് ഒരു ബെറ്റർ കാർ അതായിരുന്നു. പക്ഷേ ദ ഫീലിംഗ് ദ അബാത്ത് പ്രൊവൈഡ്സ് അത് വേറെ റേഞ്ചാണ്. ഓഫർ ചെയ്യുന്ന പവർ ആണെങ്കിലും ഇപ്പോൾ ഞാൻ പറയാം, ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ 2015 2018 എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എടുത്ത മിക്കവർക്കും അറിയില്ല ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെന്ന് തന്നെ. ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ കുറച്ചും കൂടി കൾട്ട് ഫോളോയിങ് അബാത്തിനുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടെർബോ മാറ്റാനാണെങ്കിലും ഇപ്പോൾ ഞാൻ കുറച്ച് പെർഫോമൻസ് ടെർബോ നോക്കിയപ്പോഴാണെങ്കിൽ അബാത്തിന് കുറച്ചും കൂടി മോഡിങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ആൾക്കാരാണ് ഈ വണ്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഒരു ആസ് എ മോഡ് കാർ, ആസ് എ മോഡിങ് കാർ, പ്രോജക്റ്റ് കാർ ആയിട്ട് ഈ വണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പം കാലം മാറി, പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ പീപ്പിൾ ആർ വില്ലിങ് ടു ടേക്ക് ടൈം ടു കുറച്ച് സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വണ്ടി ബെറ്റർ ആക്കാനും വണ്ടി പണിയാനും ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യം വന്നു തുടങ്ങുന്നുണ്ട്. സോ അങ്ങനെ കാലം മാറട്ടെ. കുറച്ചും കൂടി ഞാൻ പറയേ, അടിപൊളി വണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇതിന് ഓഫർ ചെയ്യുന്ന ഫീഡ്ബാക്ക് ആണെങ്കിലും ഇതിൻ്റെ സ്റ്റോപ്പിംഗ് പവർ ആണെങ്കിൽ ഓൾ ഡിസ്ക് ബ്രേക്സ് ആണെങ്കിലും എല്ലാം എക്സലൻ്റ് ആണ്. അത്രയേ ഉള്ളൂ, ഞാൻ ഓവറായിട്ട് വലിച്ചു നീട്ടുന്നില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് കാർ ഇഫ് യു ഹാവ് ദ ടൈം ആൻഡ് മണി ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ കുറച്ചൊരു പേഷ്യൻസ് ഉണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ബി എ വെരി ഗുഡ് കാർ. ഒരു പ്രോജക്റ്റ് കാർ ആക്കണം, വൺ ആൻഡ് ഓൺലി കാർ ഫോർ എവറിത്തിങ്. ഇത് പറ്റും. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒക്കെ കുറവാണ്. ഇതിൻ്റെ സീറ്റിംഗ് ഞാൻ പറയില്ല, സീറ്റിംഗ് എൻ്റയർ ഏരിയ കുറച്ച് കുറവാണ്. ബാക്ക് സീറ്റ്സ് ഒക്കെ ഇരിക്കാനൊക്കെയാണ് കുറച്ച് മോശമൊന്നുമല്ല. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ റെഡ് ആൻഡ് യെല്ലോ സ്റ്റിച്ചിങ് ആണെങ്കിൽ കുറച്ചൊക്കെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ്സ് ഒക്കെയാണ് ഈ അബാത്ത് വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബാക്ക് സീറ്റ്സ് കണ്ടില്ലേ, തീരെ ലെഗ് റൂമൊന്നുമില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അധികം വലിച്ചു നീട്ടുന്നില്ല. സോ ദാറ്റ്സ് മൈ അബാത്ത് പുണ്ടോ റിവ്യൂ ഓഫ് മൈ അബാത്ത് പുണ്ടോ. എങ്ങനെയുണ്ട് സാർ?